ഓം ജയ് സായിറാം നമശിവായ. 20ാമത്തെ അധ്യായമാണ് ഉപനിഷത്ത് സാരം. നമുക്ക് അനവധി ഉപനിഷത്തുകളുണ്ട്. വേദങ്ങളെ ഖണ്ഡനം ചെയ്തിട്ടുള്ള അതിൻ്റെ വിഷയങ്ങളെ ചെറുതാക്കിയിട്ടുള്ള ഭാഗങ്ങളാണ് ഉപനിഷത്തുകൾ. ഇതിപ്പോൾ ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ഒരു സാരത്തെക്കുറിച്ചാണ് ഈ 20ാം അധ്യായത്തിൽ പറയുന്നത്. ആശ്രയിച്ചവരെ കാത്തരുളുന്ന മഹാപ്രഭു സായീശ്വര വന്ദനം. സത്യത്തിൽ സായീശ്വരന് രൂപമില്ല, അവിടുന്ന് നിരാകാരൻ. ഭക്തന്മാരുടെ പ്രാർത്ഥനയിൽ അവിടുന്ന് രൂപം സ്വീകരിച്ചു. മായയാകുന്ന നടിയോടൊപ്പം അവിടുന്ന് ഈ വിശ്വനാടകവേദിയിൽ ഭംഗിയായി ആടി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഈ മായയാകുന്ന വിശ്വനാടകവേദി, മായ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ സംസാര സാഗരത്തിൽ മനുഷ്യനെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ കുഴിച്ചടിക്കുക എന്ന് പറയാം. നമ്മളെ വട്ടത്തിലാക്കുന്ന ഒരു ഭാഗമാണ് മായ. ആഗ്രഹങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ലാഭം, മോഹം, ഇതെല്ലാം മായയാകുന്ന ആ നടീന്നാണ് പറയുന്നത്. ഈ ഭാഷ നടീന്നാണ് പറയുന്നത്. അതിനും ഒരു ആന്തരിക അർത്ഥമുണ്ട്. അതിൽ ഭഗവാൻ ആ വിശ്വനാടകവേദിയിൽ ഭംഗിയായിട്ട് വേഷമിട്ട് ആടിപ്പോയി എന്നാണ് പറയുന്നത്. ആടി. ഒരു നിമിഷം നമുക്ക് ശ്രുതിയിൽ പോകാം. മനസ്സുകൊണ്ട് നമുക്ക് ശ്രുതിയിലേക്കൊന്ന് പോകാമെന്ന് പറയാണ് ഈ അധ്യായം വായിക്കുമ്പോൾ. ഇപ്പോൾ മധ്യാഹ്ന ആരതി കഴിഞ്ഞ സമയം. സായീശ്വരൻ മസ്ജിദിലെ മതിലിനരികെ വന്ന് നിൽക്കുന്നു. അവിടെ അടുത്ത് ഒരു മതിലുണ്ട്, ചെറിയ മതിലാണ്. അപ്പോൾ ആരതി കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ മതിലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അവിടുന്ന് കരുണാപൂർവം ഭക്തന്മാർക്ക് ഊതി നൽകുകയാണ്. ആരതിയൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ അവിടെ വന്നിട്ട് ഭക്തന്മാർക്ക് മുഴുവൻ ഊതി കയ്യിൽ കൊടുക്കുകയാണ്. ഊതി എന്ന് പറഞ്ഞാൽ ഭസ്മം കയ്യിൽ കൊടുക്കുകയാണ്. അത്യാനന്ദത്തോടെ ഭക്തന്മാർ സായി തൃപ്പാദത്തിൽ നമിക്കുന്നു. ചിലരുടെ നെറ്റിയിൽ തൃക്കൈ കൊണ്ട് അവിടുന്ന് ഊതി തുടിയിക്കുന്നു. ഭഗവാന്റെ കൈ കൊണ്ട് ആ ഊതി നമ്മുടെ നെറ്റിയിൽ തൊട്ടു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷം, അതിൽ പരം ആനന്ദം പിന്നെ എന്താണുള്ളത്? ഭക്തന്മാരിലേക്ക് പ്രേമപ്രവാഹം നടക്കുകയാണ് അവിടെ. ഭഗവാന്റെ ഈ ഊതി കൊടുക്കുന്നതോടുകൂടി തന്നെ എല്ലാവരെയും ഭഗവാൻ അങ്ങേയറ്റത്തോളം സ്നേഹത്തോടു കൂടിയിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണതെന്ന് പറയാം. സായീശ്വരി വാത്സല്യപൂർവം അരുളുന്നതും കേൾക്കാം. സായീശ്വരി എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഭക്തന്മാരോട് ചില കാര്യങ്ങൾ പറയുന്നതും കേൾക്കാമെന്ന് പറയാം. സഹോദര ചെല്ലു, ആഹാരം കഴിക്കൂ. ഭഗവാൻ പറയാണ് ചില ഭക്തന്മാരോട്, പോയിട്ട് ആഹാരം കഴിക്കൂ സഹോദര. ചിലരോട് പറയാണ്, പോകൂ, മുറിയിൽ പോയി വിശ്രമിച്ചിട്ട് വരൂ. അപ്പോൾ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ ചില ഭക്തന്മാരോട് പറയാണ്, പോയിട്ട് വിശ്രമിച്ചിട്ട് വരൂ എന്ന് പറയാണ്. ഇങ്ങനെ ഓരോരുത്തരെയും വിളിച്ചു ചൊല്ലി അവിടുന്ന് അയക്കുകയാണ്. ഓരോരുത്തരോടും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭഗവാൻ അയക്കുക എന്ന് പറയാം. ഇനി ഈ രംഗങ്ങളെല്ലാം ഭാവന ചെയ്യാനേ കഴിയും. കാരണം ഭഗവാൻ എന്താ പറയുക, ഇല്ലാത്ത ആ സാഹചര്യത്തിൽ ഇന്ന് നമുക്കിതൊക്കെ ഭാവന ചെയ്യാനേ കഴിയൂ. നമുക്ക് അതിനാണ് പറഞ്ഞത്, നേരത്തെ ആ അധ്യായത്തിൽ തന്നെ പറഞ്ഞത്, നമുക്ക് കുറച്ച് നേരം ഷിർഡിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഭഗവാനുണ്ട്, ഭഗവാനെ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ ആ ഭഗവാന്റെ സാന്നിധ്യത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഷിർഡിയിലേക്ക് നമ്മൾ യാത്ര ചെയ്ത് അവിടെ ഉണ്ടാകുന്ന ഈ കഥയിൽ പറയുന്ന വിഷയങ്ങളെ അതിൽ ഭക്തരിൽ ഒരാളായി നമ്മളതിനെ വിഭാവനം ചെയ്യുകയാണെന്നർത്ഥം. മനസ്സിൽ ഇതെല്ലാം കണ്ട് ആനന്ദിക്കാം. മനസ്സ് ഏകാഗ്രമാക്കൂ. ബാബയുടെ അതിമനോഹരമായ ദിവ്യരൂപം കേശാദിപാദവും പാദാദികേശവും മനസ്സിൽ കാണൂ. പ്രേമപൂർവം ആ ശ്രീചരണങ്ങളിൽ നമിക്കൂ.
അതിനുശേഷം നമുക്ക് സായി ലീലകൾ കേൾക്കാം. ഈ അധ്യായം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയുകയാണ്, നമ്മൾ മനസ്സുകൊണ്ട് ഷിർഡിയിലേക്ക് എത്തുക, ഭഗവാനെ കാണുക, നമ്മൾ മനസ്സുകൊണ്ട് കാണുക. ഇതിൽ പറയുന്ന വിഷയങ്ങളെ നമ്മൾ ചിന്തനം ചെയ്യുക, മനസ്സുകൊണ്ട് ചിന്തനം ചെയ്യുക. അവിടെ നിൽക്കുന്ന ഭക്തരിൽ ഒരാളായി നമ്മളെ കണ്ടുകൊണ്ട് വേണം ഇതൊക്കെ മനസ്സിലാക്കാൻ എന്ന് പറയുകയാണ്. ഭഗവാനെ നമ്മൾ നമസ്കരിക്കുന്നു, നമുക്ക് വിഭാവനം ചെയ്യാലോ. നമ്മൾ ഷിർഡി പോയി ഭഗവാൻ അവിടെ നിൽക്കണു, നമ്മളും ആ ഭക്തന്മാരിൽ ഒരാളായി ചെല്ലുന്നു, ഭഗവാനെ നമ്മൾ നമസ്കരിക്കുന്നു. ഭഗവാൻ നമുക്ക് ഭസ്മം നെറ്റിയിൽ തൊടിയിച്ചു തരുന്നു. നമുക്ക് സ്വപ്നത്തിൽ എന്തൊക്കെയോ കാണാറുണ്ടില്ലേ, അതേപോലെ നമ്മൾ ബോധമണ്ഡലത്തിൽ, ഉപബോധമണ്ഡലത്തിലാണ് നമ്മൾ സ്വപ്നങ്ങളൊക്കെ കാണുന്നത്. ഇത് നമ്മൾ ബോധമണ്ഡലത്തിൽ സ്വയം ധ്യാനിച്ചും കൊണ്ട് ഈ കഥകളൊക്കെ കേൾക്കാൻ പറയുകയാണ്. ദാസ്ഗുരുവിന് ഒരു ആഗ്രഹം, ഭഗവാന്റെ ഏറ്റവും വലിയൊരു ഭക്തനാണ് ദാസ്ഗനുവിന് ഒരു ആഗ്രഹം. ഈശാവാസ്യോപനിഷത്ത് മറാത്തിയിൽ ഒരു വ്യാഖ്യാനം എഴുതണം. അദ്ദേഹം സംസ്കൃതത്തിൽ പണ്ഡിതനല്ല. ആചാര്യ വിദാരണ്യ സ്വാമികളെയും സായീശ്വരനെയും ആദരവോടെ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം ഗ്രന്ഥരചന തുടങ്ങി. പക്ഷേ ഗ്രന്ഥരചന വേണ്ട വിധം പുരോഗമിച്ചില്ല. എഴുതുന്ന വേളയിൽ പല സംശയങ്ങളും മനസ്സിൽ ഉദിച്ചു. ആരിൽ നിന്നും അതിനൊന്നും തൃപ്തികരമായ ഉത്തരവും കിട്ടിയില്ല. അപ്പോൾ ദാസ്ഗനുവിന് നേരത്തെ പറഞ്ഞല്ലോ, ഈശാവാസ്യോപനിഷത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ അധ്യായം. അപ്പോൾ ഈ അധ്യായത്തിൽ ദാസ്ഗനുവിന് ഈശാവാസ്യോപനിഷത്ത് അതിൻ്റെ ഒരു പരിവർത്തനം മറാഠിയിൽ ചെയ്യണമെന്ന് ആഗ്രഹം വരികയാണ്. പക്ഷെ അദ്ദേഹം എല്ലാ ഉപനിഷത്തുക്കളൊക്കെ സംസ്കൃതത്തിലാണ്. പക്ഷേ ഇദ്ദേഹത്തിൽ സംസ്കൃതത്തിൽ വലിയ പാണ്ഡിത്യമൊന്നുമില്ല അദ്ദേഹത്തിന്. എന്നിരുന്നാലും ഭഗവാനെയും ആചാര്യ വിദാരണ്യ സ്വാമികളെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതാൻ പുറപ്പെട്ടു. എന്നിട്ടോ അത് വേണ്ട വിധമൊന്നും ആയുമില്ല, പുരോഗമിച്ചില്ല. അദ്ദേഹത്തിന് പല സംശയങ്ങളും ഉണ്ടായി. അതിനൊക്കെ പലരോടും ചോദിച്ചിട്ട് തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടിയും കിട്ടിയില്ല. ഗുരുകൃപയില്ലാതെ തനിക്ക് ഉപനിഷത്ത് ഗ്രഹിക്കാനോ എഴുതുവാനോ സാധിക്കില്ലെന്ന് ദാസ്ഗനുവിന് മനസ്സിലായി. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന് ശ്രദ്ധയിൽ പോകേണ്ടതായിട്ട് വന്നു. മസ്ജിദിലെത്തി സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ ശിരസ്സർപ്പിച്ചു. സന്തോഷത്തോടെ ബാബ തിരക്കി, നീ സന്തുഷ്ടനല്ലേ? ബാബ ചോദിക്കുകയാണ് ദാസ്ഗനുവിനോട്. കാര്യങ്ങളെല്ലാം നന്നായി നടക്കുന്നില്ലേ? ഭഗവാൻ അറിയാം ഇദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നൊക്കെ അറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഭഗവാൻ ഓരോ ചോദ്യങ്ങളും ചോദിക്കണം ഓരോരുത്തരോട്. അവിടുത്തെ അനുഗ്രഹത്തിന് കീഴിൽ ഞാൻ കഴിയുമ്പോൾ എനിക്കെന്ത് അസന്തുഷ്ടിയാണ് പ്രഭോ? ദാസ്ഗനു ഭഗവാനോട് മറുപടി കൊടുക്കുകയാണ്. അങ്ങയുടെ അനുഗ്രഹത്തിൽ ഞാനിരിക്കുമ്പോൾ എനിക്ക് എന്ത് വിഷമം, എന്ത് അസന്തുഷ്ടി, ഒക്കെ സന്തോഷം തന്നെയാണെന്ന് പറയാം. സന്തോഷമല്ലേ എന്നാണ് ചോദിച്ചത്. ബാബയുടെ തൃപ്പാദം തടവിക്കൊണ്ടിരിക്കെ ദാസ്ഗനു ഈശാവാസ്യോപനിഷത്തിലെ താൻ നേരിടുന്ന സംശയത്തെക്കുറിച്ച് ചോദിച്ചു. ഭക്തന്റെ വിഷമതകളെല്ലാം കേട്ട് കഴിഞ്ഞ് പ്രഭു കരുണാപൂർവം അരുളി, വിഷമിക്കാതിരിക്കൂ, ഇക്കാര്യത്തിൽ എന്ത് പ്രയാസം? നീ മടങ്ങിപ്പോകുമ്പോൾ കാക്കയുടെ വീട്ടുജോലിക്കാരി നിന്റെ സംശയം തീർത്തു തരും. ഇങ്ങേര് വലിയ പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്ത വിഷയം, ആ ചോദ്യം ബാബയോട് ചോദിച്ചു. ബാബ പറയാണ്, കാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു ഭക്തൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു വേലക്കാരി ഉണ്ട്. ആ വേലക്കാരി നിന്റെ സംശയം തീർത്തു തരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു ആ മറുപടി. ഗഹനമായ ആധ്യാത്മിക തത്വം ഒരു വീട്ടുവേലക്കാരി എങ്ങനെ വിശദീകരിക്കാനാണ്? അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ബാബ തമാശ പറഞ്ഞതായിട്ട് കരുതി. കുറേ ആൾക്കാരുടെ മുമ്പിലാണ് അത് ചോദ്യം ചോദിക്കണേ. അത് ഈശാവാസ്യോപനിഷത്ത് എന്ന് പറയുന്ന ഒരു മഹാഗ്രന്ഥത്തിൻ്റെ സംശയം ഭഗവാൻ പറയണ ആ വീട്ടുവേലക്കാരി പറഞ്ഞു തരുന്നു പറയണം. എന്നിട്ട് കാക്കയുടെ വീട്ടിലേക്ക് പോകാൻ പറയണം. ദാസ്ഗനു പക്ഷേ അങ്ങനെ നനച്ചില്ല. സായീശ്വരൻ്റെ തിരുനാവിൽ നിന്നും വീഴുന്നതെല്ലാം സംഭവ്യമാണെന്ന് ദാസ്ഗുവിന് ഉറപ്പായിരുന്നു. ഭഗവാൻ എന്തു പറഞ്ഞാലും അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമെന്ന്, അത് നടക്കുന്നതായിരിക്കുന്നത് ദാസ്ഗനുവിന് നന്നായിട്ട് അറിയാം. നല്ല ഭക്തനാണ് ബാബയുടെ. അതൊരു സത്യം മാത്രം. ബാബ എന്തരുളിയാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. ദാസ്ഗനു യാത്രയായി. സായീശ്വരൻ്റെ വാക്കുകളിലെ വിശ്വാസം മൂലം അദ്ദേഹം കാക്കാ സാഹേബ് ദീക്ഷിതിൻ്റെ ഗൃഹത്തിലെത്തി. അന്നു രാത്രി അവിടെ തങ്ങി. നേരം പുലർന്നു.
ഒരു പെൺകുട്ടിയുടെ ശ്രുതിമധുരമായ ഗാനം കേട്ടാണ് ദാസ്ഗനു ഉണർന്നത്. മനോഹരമായ ഗാനം. അദ്ദേഹത്തിൻ്റെ മനം ആ ഗാനത്തിൻ്റെ വരികളിൽ ഉടക്കി. അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം ആ ഗ്രാമീണ പെൺകുടിയുടെ നാടൻ ശീലുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അദ്ദേഹം അതീവ ശ്രദ്ധയോടെ പാട്ട് ശ്രദ്ധിച്ചു. രാത്രി കിടന്നു. വെളിച്ചായപ്പോൾ കേൾക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ്. അത് ആ കാക്കയുടെ വീട്ടിലത്തെ ജോലിക്കാരിയാണ് പാടുന്നത്. അത് കേട്ടിട്ടാണ് ദാസ്ഗനു എണീക്കണേ. അപ്പോൾ ആ പാട്ടിൻ്റെ വരികൾ കേട്ടപ്പോൾ തന്നെ ദാസ്ഗനുവിൻ്റെ ചോദ്യത്തിനുള്ളൊരു മറുപടി ആയിട്ട് അദ്ദേഹത്തിന് തോന്നി. എന്താണ് പാട്ടിൻ്റെ വരികൾ എന്നാണ്. അതിൻ്റെ അർത്ഥമാണ് പറയണേ. എത്ര മനോഹരമായ സാരി, 7 അഴകുള്ള ചുവന്ന സാരി, സുവർണ നൂലിട്ട സാരി, ചിത്രവേരകൾ നിറഞ്ഞൊരു സാരി, കൊതി വരുന്നൊരു മുന്താണിയുള്ള സാരി. ഒരു സാരീനെ കുറിച്ചിട്ടുള്ള വിവരണമാണ് ഈ കുട്ടി പാടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അവൾ ഒരു സാരിയെ മനോഹരമായി വർണ്ണിച്ച് പാടിക്കൊണ്ടിരിക്കുന്നു. സാരിയുടെ വർണ്ണനയിൽ അവൾ തന്നെ മറന്നുപോയി. ദാസ്ഗനു സമ്മിശ്ര വികാരങ്ങളോടെ ആ പെൺകുട്ടിയെ കാണാനായി തിടക്കത്തിൽ എഴുന്നേറ്റ് ചെന്നു. വെളിച്ചാകുമ്പോൾ കേൾക്കുന്ന തന്നെ ഈ സാരിയുടെ പാട്ടാണ്. അവിടുത്തെ വേലക്കാരൻ നമ്മിൻ്റെ സഹോദരിയാണ് ആ പെൺകുട്ടി. അവൾ പാത്രം കഴുകിക്കൊണ്ട് മതിമറന്ന് പാടുകയാണ്. ആ കുട്ടി അവിടുത്തെ പാത്രങ്ങളൊക്കെ തേച്ചിട്ട് ഇങ്ങനെ മതിമറന്ന് പാടുകയാണ്. എന്താ ഈ പാടണേ? ഈ സാരിയുടെ വർണ്ണനയാണ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്. പഴകി കീറിയ വസ്ത്രമാണ് അവൾ ധരിച്ചിരിക്കുന്നത്. വളരെ ശോചനീയമായ അവസ്ഥ. പക്ഷേ അതൊന്നും അവളെ ബാധിക്കുന്നില്ല. അവൾ തികഞ്ഞ ആഹ്ലാദത്തിൽ. അതിമനോഹരമായ സാരിയാണ് അവളുടെ സ്വപ്നത്തിലുള്ളത്. ധരിച്ചിരുന്ന മോശം സാരിയെ ചൊല്ലി അവൾ ദുഃഖിതയേ അല്ല. ദാസ്ഗനു അവിടെ പോയപ്പോൾ കാണുന്നത് എന്താ? ഈ കുട്ടി പാത്രം തേച്ചുകൊണ്ടിരിക്കണം. എന്നിട്ടോ പാത്രം തേക്കുമ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിലുള്ള വസ്ത്രത്തെക്കുറിച്ച് ദാസ്ഗനു നോക്കുകയാണ്. കാരണം സാരിയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. നോക്കുമ്പോൾ വളരെ മോശമായിട്ടുള്ള കീറി പറഞ്ഞ വസ്ത്രമൊക്കെ ഇട്ടിട്ടാണ് അവരിയ്ക്കണത്. അപ്പോൾ എന്തുണ്ടായി? അപ്പോൾ ദാസ്ഗനു ചിന്തിക്കുകയാണ്, ഈ കുട്ടി വളരെ മോശമായിട്ടുള്ള വസ്ത്രം ഇട്ടിട്ടാണ് ഇരുന്നിട്ട് ഈ പാട്ട് പാടണേ. പക്ഷെ പാടുന്നതോ അതിമനോഹരമായ ഒരു സാരീനെ കുറിച്ചുള്ള വർണ്ണനയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ദാസ്ഗനു അവൾക്ക് സാരി വാങ്ങിക്കൊടുക്കുവാനുള്ള ഏർപ്പാട് ചെയ്തു. സാരി കിട്ടിയപ്പോൾ അവളുടെ ആഹ്ലാദ തിമിർപ്പ് കാണേണ്ടത് തന്നെയായിരുന്നു. പട്ടിണി കിടന്ന് വലഞ്ഞവന് വിഭവസമൃദ്ധമായ സദ്യ ലഭിച്ചപ്പോഴുള്ള സന്തോഷം കണക്കെ എന്ന് പറയാം. ഈ കുട്ടി ഈ സാരീനെ കുറിച്ചൊക്കെ പാടിയിട്ടിപ്പോൾ ദാസ്ഗനുവിന് വിഷമായി. അദ്ദേഹം എന്ത് കാട്ടി? ഒരു സാരി വാങ്ങിച്ച് കുട്ടിക്ക് കൊടുത്തു. കുട്ടിക്ക് ഈ സാരീനെ കുറിച്ചുള്ള വർണ്ണന ദാസ്ഗനുവിനെ അറിയുന്നതുകൊണ്ട് അപ്രകാരമുള്ളൊരു സാരിയാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവളുടെ മനസ്സിൽ സ്വപ്നത്തിൽ ആ പാടിയ പാട്ടിൻ്റെ രീതിയിലുള്ള തന്നെയുള്ള സാരി കയ്യിൽ കിട്ടിയപ്പോൾ അവളുടെ സന്തോഷം എന്തായിരിക്കും? അതിന് ഉദാഹരണം പറഞ്ഞത്, വിശന്ന് വലഞ്ഞു നിൽക്കുന്നവന് സദ്യ കിട്ടിയാൽ എന്താണോ സന്തോഷം ഉണ്ടാവുക, അതുപോലെയാണ് ആ കുട്ടിയുടെ സന്തോഷം കാണുണ്ടായത് എന്ന് പറയാണ്. പിറ്റേ ദിവസം അവൾ അതെടുത്തു വന്നു. അവിടെയൊക്കെ പൂമ്പാറ്റയെ പോലെ പാറി നടന്നു. മറ്റു കുട്ടികളോട് ഒരുമിച്ച് കൈകോർത്ത് നൃത്തം ചവിട്ടി. അവിടെ പിറ്റേ ദിവസം ഈ കുട്ടി സാരി ഉടുത്ത് വന്നിട്ട് അവിടെയുള്ള കുട്ടികളുടെ കൂടെ വളരെ സന്തോഷവതിയായിട്ട് കളിച്ച് നടന്നു എന്ന് പറയുകയാണ്. അതിൻ്റെ അടുത്ത ദിവസം അവൾ വന്നത് പഴയ വസ്ത്രവുമായി. അവൾ തൻ്റെ പുതിയ സാരി വീട്ടിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. പക്ഷേ അവൾ തികച്ചും സന്തുഷ്ടയായിരുന്നു. ദാസ്ഗനുവിനും സന്തോഷമായി. ഇപ്പോൾ അവൾ ധരിച്ചിരിക്കുന്നത് പഴയ വസ്ത്രം. പക്ഷേ അവൾക്ക് സ്വന്തമായി നല്ലൊരു സാരി ഇപ്പോൾ ഉണ്ടെന്ന് അറിയാവുന്നതിനാൽ അദ്ദേഹത്തിന് തലേ ദിവസത്തെ പോലെ വിഷമം തോന്നിയില്ല. കാരണം വെച്ചാൽ ദാസ്ഗനു ഇത് വാങ്ങിച്ചു കൊടുത്തിട്ട് പിറ്റേ ദിവസം സാരി എടുത്തു വന്നു. അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും ആ പഴയ ഡ്രസ്സ് തന്നെ ഇട്ട് വന്നു. പക്ഷേ ദാസ്ഗനുവിന് അപ്പോൾ വിഷമം ഉണ്ടായില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം എൻ്റെ തലേ ദിവസം വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള സാരി അവളുടെ വീട്ടിലുണ്ടല്ലോ, അവളത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷമം തോന്നിയില്ല.
ഈ സംഭവത്തെക്കുറിച്ചുള്ള ചിന്തകൾ അലയടിച്ചു ഉയരവേ ദാസ്ഗനുവിന് ഒരു വെളിപാട് പോലെ ഒരു സത്യം ബോധ്യപ്പെട്ടു. സന്തോഷവും സന്താപവും മനസ്സിൻ്റെ തോന്നൽ മാത്രം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അന്തസത്ത. അതുകൊണ്ട് സുഖദുഃഖങ്ങളിൽ മനം ഇടറേണ്ട കാര്യമില്ല. കിട്ടുന്നതുകൊണ്ട് തൃപ്തനാവുക. അത് ഈശ്വരേച്ഛയാണെന്ന് ഉറപ്പിക്കുക. ഈശ്വരൻ നാനാഭാഗത്തു നിന്ന് നൽകുന്നതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് വേണ്ടത്. അതെല്ലാം നമ്മളുടെ നന്മയ്ക്കാണെന്ന് അറിയുകയും വേണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം. ഈ കുട്ടിയുടെ മനസ്സ് സന്തോഷപ്പെടുകയും അതിനുശേഷം അത് വീണ്ടും ഒരു പഴയ പോലെ തന്നെ ആവുകയും ചെയ്യുന്ന ആ ഒരു വ്യതിയാനം പെട്ടെന്നാണ് ഇദ്ദേഹത്തിന് ദാസ്ഗനുവിന് ബോധ്യപ്പെട്ടത്. സന്തോഷവും സന്താപവും മനസ്സിൻ്റെ തോന്നൽ മാത്രം. അതൊക്കെ മനസ്സിൻ്റെ തോന്നലുകൾ മാത്രമാണ്, സന്തോഷവും സങ്കടമൊക്കെ എല്ലാം. അതുകൊണ്ട് സുഖദുഃഖങ്ങളിൽ മനം ഇടറേണ്ട കാര്യമില്ല, മനസ്സ് ഇടറേണ്ട കാര്യമില്ല എന്ന് പറയാണ്. എല്ലാം ഈശ്വരച്ഛയായിട്ട് കണക്കാക്കാൻ പറയാണ്. അതാണ് ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ഒരു തത്വം പറയുന്നത്. ഈശ്വരനില്ലാത്ത ഒരു സ്ഥലവും പോലും ഇല്ല. അത് പൂർണ്ണമാണ്. ഇതും പൂർണ്ണമാണ്. പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം എടുത്താലും പൂർണ്ണമാണ്. ശേഷിക്കുന്നതും പൂർണ്ണമാണ്. നമുക്ക് പറയാം, സാധാരണ നമ്മൾ വേദോപനിഷത്തുകളിലൊക്കെ പറയുന്നത് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഈശാവാസ്യ ഉപനിഷത്ത് തുടങ്ങുമ്പോഴുള്ള ആ ഒരു ശ്ലോകമാണത്. അതുകൊണ്ട് ഞാൻ എൻ്റെ എന്നീ ചിന്തകളെ ഒഴിവാക്കുക. ആരുടെയും ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. ആഗ്രഹമാണ് ദുഃഖത്തിന് അടിസ്ഥാനം. അതുകൊണ്ട് ആഗ്രഹങ്ങളില്ലെങ്കിൽ ദുഃഖങ്ങൾ ഉണ്ടാവില്ല എന്നർത്ഥം. ഈ സംഭവത്തിൽ പെൺകുട്ടിയുടെ ദരിദ്രാവസ്ഥയും പഴയ വസ്ത്രവും പുതിയ സാരിയും ദാനം കൊടുത്തയാളും സ്വീകരിച്ച പെൺകുട്ടിയും എല്ലാം ഈശ്വരാംശമാണ്. എല്ലാവരിലും ഈശ്വരൻ്റെ അംശമുണ്ട്. ഈ മഹത്തായ തത്വം ബാബ ഇങ്ങനെ ദാസ്ഗുരുവിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ബാബയോടാണ് പോയി ഈ സംശയം ചോദിച്ചത്. അപ്പോൾ സംശയം ചോദിച്ച ആളോട് ബാബ എന്താ പറഞ്ഞ ദാസ്ഗനുവിനോട്, നീ ഇതിന് ഉത്തരം തരുന്ന ഒരാളുണ്ട്, നീ പോയിട്ട് കാക്കയുടെ വീട്ടിൽ പോയി താമസിക്കുക, അവിടുത്തെ വേലക്കാർ ഇതിന് ഉത്തരം തരും എന്ന് പറയാണ്. അതിനുണ്ടായിട്ടുള്ള മറ്റ് സംഭവവികാസങ്ങളാണ് ഇതിൽ പറയുന്നത്. എന്തിനാണ് സായീശ്വരൻ ദാസ്ഗനുവിന് സംശയം ഇങ്ങനെ നിവർത്തിച്ചതെന്ന് നമുക്ക് സംശയം തോന്നാം. അപ്പോൾ അവിടെ വെച്ച് തന്നെ കാര്യം ഉപദേശിക്കാമായിരുന്നില്ലേ? നമ്മളൊരു ഉപദേശം പറയുമ്പോൾ, നമ്മളൊരു കാര്യം ഒരാളോട് പറയുമ്പോൾ അത് താൽക്കാലികമായിട്ട് ആൾ കേൾക്കുമെങ്കിൽ കൂടിയും പക്ഷെ നമ്മൾ അനുഭവത്തിലൂടെ നമുക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ അത് വ്യത്യസ്തമാണ്. കാരണം ഇപ്പം നമുക്കറിയാം, നമ്മളിവിടെ 14 വർഷമായിട്ട് ഒരു ഭഗവാൻ ക്ഷേത്രത്തിൽ നിന്ന് വന്നുള്ളൊരു അപ്പം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ അപ്പം ആദ്യം വന്നത് ഒരു അപ്പമാണ്. അതിന് മാക്സിമം 20 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് വർദ്ധിച്ച് 32 കിലോ ആയി. ഇതൊക്കെ നമ്മൾ ഒരാളുടെ കഥ പറയണ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാൾ കേൾക്കെങ്കിൽ കൂടിയും അതിൻ്റെ വിശ്വാസ്യത അയാൾക്ക് വളരെ കുറവായിരിക്കും. അതേസമയം നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരെണ്ണം ബാക്കിയിരിക്കുന്ന സമയത്ത് നമ്മൾ അത് ഒരു അമ്മയ്ക്ക് കൊടുത്തു. ആ അമ്മ അത് കൊണ്ടുപോയി, അത് 3 ആയി. വീണ്ടും അമ്മ കൊണ്ടുപോയി, വീണ്ടും 3 ആയി. അപ്പോൾ ആ അമ്മയ്ക്ക് കിട്ടുന്ന അനുഭവം, ഞാൻ പറയുന്നതിനെക്കാട്ടിലും അപ്പുറം ആ അമ്മയ്ക്ക് കിട്ടുന്ന അനുഭവമാണ് ഏറ്റവും വലുത്. അപ്പോൾ ആ അനുഭവത്തിലൂടെ അവർ 10 പേരോട് പറയുമ്പോഴാണ് ഭഗവാന്റെ ലീലകളെക്കുറിച്ച് ജനങ്ങൾ അറിയുക. അപ്പോൾ നമ്മുടെ അനുഭവമാണ് ഗുരു. അതുകൊണ്ടാണ് ഭഗവാൻ ദാസ്ഗുരുവിനെ കാക്കയുടെ വീട്ടിലേക്ക് വിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത്. മഹാഗുരുക്കന്മാരുടെ ശിക്ഷണരീതി അനന്യമാണ്. നമുക്കതിൻ്റെ സൂക്ഷ്മതലം ഗ്രഹിക്കുക വളരെ ക്ലേശകരം. ദരിദ്രയായ ആ കൊച്ചു പെൺകുട്ടിയിലും ഈശ്വരൻ വസിക്കുന്നു. ഇത് ദാസ്ഗനുവിനെ അനുഭവപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ഈശ്വരൻ, സായീശ്വരൻ. എന്താണ് ഉപനിഷത്തുകളുടെയും ഗീതയുടെയും സാരം? നമ്മളുടെ ഉള്ളിലുള്ളത് ആത്മസ്വരൂപമാണ്. അതിനെ തിരിച്ചറിയുക. അപ്പോൾ സകല ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് ഒരേ ഒരു ആത്മാവാണ്, ചൈതന്യമാണ്, ഈശ്വരനാണ് എന്ന അറിവും അനുഭൂതിയും ഉണ്ടാകും. ഇതിന് നമ്മെ പ്രാപ്തമാക്കുകയാണ് പുണ്യഗ്രന്ഥങ്ങളുടെ ലക്ഷ്യം. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ മഹാതത്വത്തെ അടിസ്ഥിതപ്പെടുത്തിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. എല്ലാവരിലും ഈശ്വരനുണ്ട്. ഭഗവത്ഗീതയായാലും
ബാക്കി വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം പറയുന്നത്. സമസ്ത നമ്മളിപ്പോൾ നരസിംഹാവതാരം നമ്മൾ കേട്ടിട്ടില്ലേ, അതിലെന്താ പറയണേ, തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹിരണ്യകശിപുവിന് അത് പറ്റാണ്ടേ ആകുമ്പോഴാണ് അവതാരം അവിടെ വരുന്നത് തന്നെ. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കണം. ഇന്നത്തെ യുവതലമുറ, അതായത് ന്യൂ ജനറേഷനെ നമ്മൾക്ക് ഇതൊന്നും പഠിപ്പിക്കാത്തതുകൊണ്ട് അവർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അവരെന്തോ ഒരു യാന്ത്രികമായിട്ടുള്ള ജീവിതത്തിൽപ്പെട്ട് അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പല ആൾക്കാരും ലഹരിക്ക് അനുഭവപ്പെടുന്നു, പലരും വീടുണ്ടായിട്ട് വിവാഹം കഴിച്ച് ചിന്ന ഭിന്നമായി പോകുന്നു. ഇതിനൊക്കെ അടിസ്ഥാനം ആത്മീയമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള അറിവ് ഇല്ലാത്തതിൻ്റെ ഒരു കാരണം. വലിയൊരു കഷ്ടത്തിലാണ് നമ്മുടെ ഇന്നത്തെ ന്യൂ ജനറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം. അതിൻ്റെ അന്തസത്യമെങ്കിലും നമ്മൾ പഠിപ്പിച്ച് മനസ്സിലാക്കി എടുക്കണം. സത്യം അതാണ്. പക്ഷേ നാം ചിന്തിക്കുന്നത് മറിച്ചു. ഞാൻ ബ്രാഹ്മണൻ, മറ്റുള്ളവർ താഴ്ന്ന ജാതിക്കാർ. ഇത്തരം ചിന്തകൾ അകന്നാലേ ആത്മാവിനെ അറിയാനാകൂ. അജ്ഞാനജന്യമായ ഇത്തരം ചിന്തകൾ അകലണമെങ്കിൽ നിഷ്കാമമായ കർമ്മം ചെയ്യണം. അപ്പോൾ മനം ശുദ്ധമാകും. ശുദ്ധമായ മനസ്സിൽ ജ്ഞാനം പ്രകാശിക്കും. ഇന്ന് പൊതുവെ ആൾക്കാരൊക്കെ കർമ്മം ചെയ്യാൻ വിമുഖത കാണിക്കുകയാണ്. വിമുഖത കാണിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നോക്കൂ, നമ്മുടെ വീടുകളിൽ തന്നെ ഒരു വിശേഷ ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ ആരും വീട്ടിൽ സദ്യ ഉണ്ടാക്കണില്ല, ഒക്കെ നമ്മൾ പുറമേന്ന് വാങ്ങിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് അതിനുള്ള അറിവില്ലാതെ ഒരു പുതിയ ജനറേഷന്, പുതിയ തലമുറയ്ക്ക് മറ്റത് നമ്മുടെ മുത്തശ്ശിയോ അച്ഛനോ അമ്മയോ ഒക്കെ നമുക്ക് അവിയൽ, കാളൻ, ഓലൻ ഇതൊക്കെ ഉണ്ടാക്കും. അതൊക്കെ നമ്മൾ കണ്ടുപഠിക്കും, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കും. പക്ഷേ ഇന്നത്തെ ആൾക്കാർ അത് പഠിപ്പിക്കണമില്ല, അവർ ചെയ്യണമില്ല. എന്നിട്ടെന്തോ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് അവർ കാശ് കൊടുത്ത് വാങ്ങിക്കുക. അപ്പം നമ്മൾ കൂടുതൽ മടിയന്മാരായിക്കൊണ്ടിരിക്കുക. അപ്പം എന്താ ഉണ്ടാവണേ, ആ പഴയ സംസ്കാരം ഇല്ലാതെയാകുന്നു. അതാണ് ഏറ്റവും വലിയ അപകടമായുള്ള അവസ്ഥ. നമ്മളെല്ലാം പഠിക്കണം. ഏത് സമയത്തും എപ്പോഴും നമുക്കത് ഉപകാരപ്പെടും നമ്മൾ പഠിച്ചിരുന്നാൽ. ഇതിൻ്റെ ആദ്യ പടി എന്ന നിലയിൽ സ്വത്തിനും പണത്തിനും വേണ്ടിയുള്ള പരക്കം പാച്ചിൽ കുറച്ചു കൊണ്ടുവരിക. എന്തിനു വേണ്ടിയിട്ട്? ശുദ്ധമായ മനസ്സിൽ ജ്ഞാനം പ്രകാശിച്ച് ആത്മീയമായ ഉന്നതി കിട്ടണമെങ്കിൽ സ്വത്തിനും പണത്തിനും വേണ്ടിയുള്ള പരക്കം പാച്ചിൽ കുറച്ചു കൊണ്ടുവരിക. പിന്നെ ക്രമേണ ഉപേക്ഷിക്കുക. അതിന് കഴിയുന്നില്ലെങ്കിൽ ജീവിതം മുഴുവനും ഈശ്വരസ്മരണയോടെ കർമ്മം ചെയ്യുക. അതിൻ്റെ ഫലം ഗുണമായാലും ദോഷമായാലും ഭഗവാന് സമർപ്പിക്കുക. ഒന്നും ചെയ്യാതിരിക്കുക, അതായത് നിഷ്കർമ്മത്വം, അതായത് ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ വലിയ തെറ്റ് തന്നെയാണ്. അത് നമ്മെ അധപ്പതിപ്പിക്കുക തന്നെ ചെയ്യും. അതാണ് നടന്നുകൊണ്ടിരിക്കണം. നമ്മളൊരു കർമ്മവും ചെയ്യില്ല, ഈശ്വരനെയും വിചാരിക്കില്ല. ഇന്ന് നമ്മളുടെ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഭഗവാനെ ഒരു മീഡിയേറ്റർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്, ഒരു ബ്രോക്കറായിട്ട്. എന്നിട്ട് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കണേ, എനിക്ക് കുട്ടി ഉണ്ടാവണേ, വീടുണ്ടാവണേ, പരീക്ഷയ്ക്ക് ജയിക്കണേ, എൻ്റെ കാര്യങ്ങൾ നടക്കണേ, ശത്രുദോഷം ഉണ്ടാവണേ, ശത്രുക്കൾ നശിച്ചു പോകണേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈശ്വര ഭജനം എന്ന് പറയുന്നത് വേറൊരു തലമാണ്. ഗുരുക്കന്മാരുടെ ഗുരുവാണ് സായീശ്വരൻ. അവിടുത്തെ ശിക്ഷണം തികച്ചും വ്യത്യസ്തം. ബാബ ശ്രദ്ധയിൽ നിന്നും പുറത്തു പോയിട്ടില്ല. പക്ഷേ സാധകരെ അവരുടെ ഉന്നമനത്തിനായി മച്ഛീന്ദ്രഗഡ്, കോൽഹാപൂർ, ഷോലാപൂർ എന്നീ അയക്കാറുണ്ട്. ഭഗവാൻ അവിടെ വരുന്ന ഭക്തന്മാരെ ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞയക്കും. അവിടെ പോയിട്ട് നോക്കിയിട്ട് വരാം. നമ്മളിപ്പോൾ ടൂറൊക്കെ പോവില്ലേ, ക്ഷേത്രങ്ങളിലേക്കൊക്കെ ദർശനം നടത്താൻ പോവില്ലേ, അറിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ പൊട്ടക്കെട്ടിൽ കിടക്കണ തവള പോലെയാവും. ഇത് തന്നെ ലോകം എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ ലോകം നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് അറിവ് കൂടുതലായിട്ട് ഉണ്ടാവുക. അതിന് ഭഗവാൻ എന്ത് ചെയ്യും? ഭക്തന്മാരെ ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞയക്കും. അകലെയുള്ള പലരുടെയും മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ചിലരുടെ സ്വപ്നത്തിൽ വന്ന് ഉപദേശങ്ങൾ നൽകി. മറ്റു ചിലരെ നേരിട്ട് ഉപദേശിച്ചു. കാക്കയുടെ വേലക്കാരി പെൺകുട്ടി മുഖേന സർവവും ഈശ്വരനിലാണെന്ന് ബാബ ദാസ്ഗുരുവിനെ പഠിപ്പിച്ചു. ഈ ഈശാവാസ്യോപനിഷത്തിനെ കുറിച്ച് ഇനി ഈശാവാസ്യോപനിഷത്തിന് 2 വാക്ക്. ഇക്കാണായ പ്രപഞ്ചം മുഴുവനും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഇതിലെ മഹത്തായ ആദ്യ സന്ദേശം. ഈശാവാസ്യോപനിഷത്തിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവനും ഈശ്വരനിൽ അർപ്പിതമാണ്, അല്ലെങ്കിൽ ഓരോ അണുവിലും ഈശ്വരനുണ്ട് എന്നുള്ളതാണ്.
ഈശ്വരേച്ഛയാണ് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവകൽപിതമായി വന്നു ചേരുന്നതിനെല്ലാം സന്തോഷപൂർവ്വം സ്വീകരിക്കുക. കാരണം അതെല്ലാം നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനെ കാണണം. ഈശ്വരനിൽ സമസ്ത ജീവജാലങ്ങളെയും കാണുക. അതിന് കഴിഞ്ഞാൽ വെറുപ്പ്, വിദ്വേഷം, വ്യസനം, മോഹം തുടങ്ങി സമസ്ത ദുർഗുണങ്ങളും അകലും. ആത്മദർശനം ലഭിച്ചവർക്ക് സാധാരണ മനുഷ്യരെ പോലെ ദുഃഖവും ഭയവും ഉണ്ടാകില്ല. എന്താണ്? നമ്മൾ സർവ ജീവജാലങ്ങളിലും ഈശ്വരനെ കാണുകയും ഈശ്വരൻ സർവ ജീവജാലങ്ങളിലും ഉണ്ട് എന്നുള്ള ആ തത്വത്തെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്ത് ആ ഒരു അവസ്ഥയിൽ നമ്മൾ മനസ്സിനെ ഉയർത്തി ഈശ്വരനിൽ അർപ്പിതമാക്കിക്കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വെറുപ്പ്, വിദ്വേഷം, വ്യസനം, മോഹം തുടങ്ങി സമസ്ത ദുർഗുണങ്ങളും അകലും. ദുർഗുണങ്ങളൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. ആഗ്രഹങ്ങളില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ആത്മദർശനം ലഭിച്ചവർക്ക് സാധാരണ മനുഷ്യരെ പോലെ ദുഃഖവും ഭയവും ഉണ്ടാവില്ല. സുഖദുഃഖങ്ങൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അതിന് നമ്മളെന്താ പറയുക? വൈരാഗ്യമായിട്ടുള്ള മനസ്സിൻ്റെ അവസ്ഥ. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതും എന്നാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാത്തതുമായിട്ടുള്ള വൈരാഗ്യ ചിന്ത. ഇതൊന്നും എൻ്റെ അല്ല, ഇതന്നെ മമ, ഇതൊന്നും എൻ്റെ അല്ല എന്നുള്ള ആ അവസ്ഥ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആത്മദർശനം കിട്ടുമെന്ന് പറയാണ്. അതാണ് ഈ അധ്യായത്തിൻ്റെ പൊരുള്. നമുക്ക് സായിനാഥനെ മനസ്സുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ദിവസവും നമ്മൾ ഷിർഡിയിൽ പോവുക, കണ്ണടച്ച് പ്രാർത്ഥിക്കുക, ഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ കണ്ണടച്ചിരിക്കുക. അങ്ങനെ ഷിർഡിയിൽ പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, പോവാത്തവരാണെങ്കിൽ ഷിർഡിയിൽ പോകാൻ വേണ്ടിയിട്ട് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുക. കണ്ണടച്ചിരുന്ന് ഷിർഡിയിലേക്ക് പോവുക, അവിടെ ഭഗവാനെ ദർശിക്കുക, ഭഗവാനെ നമസ്കരിക്കുക, ഭഗവാനോട് നമ്മൾ സംസാരിക്കുക. ഇതെല്ലാം നമ്മൾ ഭാവനയിൽ കണ്ടുകൊണ്ട് കുറേ നേരം ഒന്ന് ഇരുന്ന് നോക്കൂ, എന്ത് സുഖമാണെന്നറിയോ. അങ്ങനെ കുറേ കഴിയുമ്പോൾ നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയി നിൽക്കുന്നു. ഭഗവാൻ നമുക്ക് ഈ അധ്യായത്തിൽ പറഞ്ഞ പ്രകാരം നമുക്ക് നെറ്റിയിൽ ഊതി തൊട്ടു തരുന്നു, വിഭൂതി നമുക്ക് തൊട്ടു തരുന്നു. ആ ഒരു രംഗം നമ്മൾ മനസ്സിലിങ്ങനെ ധ്യാനിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മണിക്കൂറുകളോളം അവിടെ ഇരിക്കും, യാതൊരു സംശയമില്ല. അതാണ് ഈ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടുള്ള ഇരിപ്പിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് അവിടെയാണ്. പിന്നെ നമുക്കൊന്നും വേണ്ട, അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് ആ ഭഗവാനെ നമ്മൾ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിനി അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. ഓം ജയ് സായിറാം, നമഃ ശിവായ.